ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എഡ്വിറ്റ് റിവ്യൂസ്. അപ്പോൾ എമ്പുരാൻ നമ്മുടെ സോഷ്യൽ മീഡിയ കത്തിച്ചുകൊണ്ടിരിക്കുന്ന എമ്പുരാൻ ട്രെയിലർ ഇന്നലെ പാതിരാത്രി റിലീസ് ചെയ്തിരിക്കുകയാണ്. സംഭവം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് 8 മിനിറ്റിന് 1:08 റിലീസ് ആയിരുന്ന സാധനമാണ് ട്രെയിലർ. അപ്പോൾ അത് ഇന്നലെ രാത്രി എങ്ങാണ്ട് എവിടെ നിന്നോ ലീക്കായി. അങ്ങനെ ലീക്കായതുകൊണ്ട് ഒഫീഷ്യലി ട്രെയിലർ അവർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പാതിരാത്രി തന്നെ ലോഞ്ച് ചെയ്ത് 1 മണിക്ക് എങ്ങനെയാണെന്ന് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ആ 1 മണിക്ക് തന്നെ ഞാൻ കണ്ട്. അപ്പം നമുക്ക് ആ ട്രെയിലർ ഒന്നുകൂടെ കണ്ടിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ. ആയിക്കോട്ടെ. എന്നെ പിന്തുടരുന്നവർ ആരാണ്? അവരാണ് എന്റെ മക്കൾ. PK രാമദാസ് ബാക്കി വെച്ചിട്ട് പോയ യുദ്ധത്തിൽ ഈ ബാക്കി നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ട് സംഭവം ഇപ്പം ഈ കണ്ട സീനാണ് കേട്ടോ ട്രിവാൻഡ്രത്ത് ഷൂട്ട് ചെയ്തത്. ട്രിവാൻഡ്രത്ത് നമ്മൾ ആ പോത്തങ്കോട് കഴിഞ്ഞിട്ടൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ വെച്ച് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നു. ഇതിൽ ഏറ്റവും കോമഡി അതല്ല, ഇവിടുത്തെ ട്രിവാൻഡ്രത്ത് ഷൂട്ട് വിളിച്ചപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് കുറേ പിള്ളേരാണ് കേട്ടോ, ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയ കുറേ പിള്ളേരുണ്ട്. അപ്പോൾ അതിനകത്ത് ഇവർ കയറുന്ന സ്ഥലത്ത് തന്നെ മറ്റേ സ്മൃതി ദിനമെന്നും പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരുന്നു. അയ്യോ, അത് ഏറ്റവും വലിയ കോമഡി ആയിരുന്നു. ഇതിൻ്റെ ഒരു കവാടത്തിൻ്റെ സ്മൃതി ദിനം, അതിപ്പോൾ ഇതിൻ്റെ ബാക്കി കണ്ടില്ലേ, ആ സാധനം എടുത്ത് സ്റ്റാറ്റസ്, വാട്സാപ്പ് സ്റ്റാറ്റസും മറ്റേ എന്തോ രഹസ്യം കണ്ടുപിടിച്ചോലെ വാട്സാപ്പ് സ്റ്റാറ്റസും ഒക്കെ ഇട്ടിട്ട് സ്മൃതി ദിനം ടോവിനോ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ, ടോവിനോടെ ക്യാരക്ടർ മരിച്ചുപോയി, അതിൻ്റെ സ്മൃതി ദിനമാണ് അവിടെ ഉള്ളത്. അങ്ങനെയൊക്കെ എഴുതി വെച്ചവന്മാരുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ടോവിനോ നിന്ന് പ്രസംഗിക്കും. സുരാജ് ചേട്ടൻ പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. ഒരു രക്തബന്ധത്തിന് ഇത് എന്ത് സാധനമാണെന്തോ, ഒരു വണ്ടിയിൽ കംപ്ലീറ്റ് ഭയങ്കര സെറ്റപ്പൊക്കെ എന്തൊക്കെയോ വെച്ചിട്ട് ഇടിച്ച് പൊളിച്ചോണ്ടൊക്കെ പോവുകയാണ്. എന്ത് സാധനമാണെന്ന് അറിഞ്ഞൂടാ, ഒരു പിടിയില്ല. എന്തൊരു കലിപ്പണി. ഇവനാണോ വില്ല? കുറേ വില്ലന്മാർ അവിടെ ഇവിടെയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് നാട്ടുംപുറത്തെ വില്ലനാണെന്ന് തോന്നുന്നു കേട്ടോ, നാട്ടുംപുറത്തെ വില്ലനാണ്. ഈ ഡ്രഗ് കാർട്ടൽ, ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി കേൾക്കുകയാണ്. ടർക്കി, ലണ്ടൻ, ഫ്രാൻസ്, യമൻ, സെനഗൽ, ഇറാഖ്, ചൈന. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ യേശുവിന്റെ പൂവ്, തമോഗുണങ്ങളുടെ എമ്പുരാൻ. എൻ്റെ എൻ്റെ മോനെ രോമാഞ്ചം. ഞാൻ ഇന്നലെ രാത്രി ചെറിയ സ്ക്രീൻ, ഇതിലൊന്നുമല്ല, ചെറിയൊരു സീനിൽ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കണ്ട സാധനം ദീപക് ദേവ് അറിഞ്ഞ് സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. ആ ഒരു സൗണ്ട് മോഡുലേഷൻ, അത് ആരാണെന്തോ ആ പാടിയത്, എനിക്ക് ആരെന്ന് അറിഞ്ഞൂടാ. പക്ഷേ പുള്ളിയുടെ സൗണ്ട് സാധനം കണ്ട എമ്പുരാൻ, ആ ഒരു സാധനം പറഞ്ഞത് ഒരു രക്ഷയില്ല. ആദ്യത്തെ ട്യൂണ് കേട്ടോ, ആദ്യത്തെ എമ്പുരാൻ എന്ന് പറഞ്ഞ ട്യൂണ് ഭയങ്കര സ്റ്റൈലിൽ ഒരു കൊച്ച് പറയുന്ന ആ ഒരു ഫ്ലോയിൽ വന്നിട്ട് പെട്ടെന്ന് കയറി ഇതാവുകയാണ്. അയ്യോ, എനിക്ക് വയ്യ. ഇത് എനിക്ക് തോന്നുന്നു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അന്യ സാധനമായിരിക്കും. വിഷ്വലൊക്കെ ഒരു രക്ഷയില്ല. നോക്കാം, ബാക്കി നോക്കാം. പിന്നെ ലോകത്തെ രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ. പണ്ടെപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ഒരു MLA മാത്രമായിരുന്നു. അയാളെ എന്തിനാണ് സെർഗിൽ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ സുരേഷേ ദൈവപുത്രൻ തന്നെ തെറ്റു ചെയ്യും. ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കുക. സംഭവം ലൂസിഫർ എന്ന് റിലീസാണ് കേട്ടോ. തിയേറ്ററിൽ ഇപ്പോൾ പടം കളിച്ചോണ്ടിരിക്കുകയാണ്, പോകാൻ പറ്റിയില്ല, ജോലി തിരക്ക് കാരണം ആ പരിപാടി നടന്നില്ല. പറ്റിയ രാത്രി പോയി കാണണം. റിലീസ് വന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ തിയേറ്റർ റെസ്പോൺസ് എടുക്കാൻ വേണ്ടി ഇതൊന്ന് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകണുണ്ട്. Zaid Masood. We have to end this war.
എന്തൊരു വിഷ്വലടാ. Come back. Save your man. ഓ ബ്രോ Save. God's soul comes. വാടാ. ഓ ഇതാണ് കേട്ടാ കുറെ ഇന്നലെ ഇറങ്ങിയതിന് ശേഷം കുറെ മക്കുണന്മാര് കുറെ എന്തെങ്കിലും പറഞ്ഞ ഇറങ്ങണമല്ലോ. കുറെ മക്കുണന്മാർ ഇറങ്ങിയിട്ട് മറ്റേ ഹൈറ്റ് കമ്പാരിസൺ ഒന്നും കിട്ടിയില്ല. വേറെ ഒരു കിഴങ്ങും കിട്ടാത്തതുകൊണ്ട് ഹൈറ്റ് കമ്പാരിസൺ വെച്ചിട്ട് അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്തൊരു പാഴടാ. നല്ല കാര്യത്തിന് നല്ലത് അംഗീകരിക്കടാ. പറയാം എന്തായാലും 27-ാം തീയതി. But answer this one question. What's that question? Who are you really? Lucifer. Wow! ഇവിടെ സംഭവം ട്രെയിലർ ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഭയങ്കര ഹൈപ്പിലാണ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ ഒരു ട്രെയിലർ തന്നെ 3.5 മിനിറ്റ് എന്തോ ഉണ്ട് ട്രെയിലർ. കുറച്ച് ഭാഗം നോർമലി പോയി ശാന്തമായിട്ട് വന്നിട്ട് ഒരു കയറ്റം അങ്ങ് കയറി. ഇത് പടം സംഭവം ലൂസിഫർ പോകും പോലെ തന്നെ ആയിരിക്കും. ഒരു കയറ്റം കാണും, അതുപോലെ താഴ്ന്ന് ഒരു കയറ്റം ഒരു കാന്ന് ക്ലാസ് പടം എങ്ങനെ എടുക്കും അതുപോലത്തെ ഒരു ഫീലായിരിക്കും. മാസ് മാത്രം പ്രതീക്ഷിച്ച് പോണ ആളുകൾ കാണും. എമ്പുരാൻ മറ്റേ ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര മാസ് പ്രതീക്ഷിച്ച് പോണവരുണ്ട്. സംഭവം മാസ് എലമെൻസും കാണും, അതേപോലെ ക്ലാസ്സും ആയിരിക്കും. ആദ്യം തൊട്ട് അവസാനം വരെ മറ്റേ പുലിമുരുകനായിരിക്കില്ല. അപ്പോൾ അതൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ ഇത് ട്രെയിലർ അന്യായ സാധനം. നല്ല കിടില എഡിറ്റിങ് ട്രെയിലർ, അത് സമ്മതിച്ചേ പറ്റുള്ളൂ. ഒരു 3.5 മിനിറ്റ് നല്ല ഒരു ഒഴുക്കിൽ സംഭവം കാണാൻ പറ്റി. പിന്നെ എന്തോന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ബാക്ക്ഗ്രൗണ്ട് സ്കോറും വിഷ്വലൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഒരു മലയാളം പടമാണോ ചെയ്തു വെച്ചേക്കണെന്നുള്ള ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. സംഭവം ടീസറിലും അതേ ഇത് തന്നെ. അത് കണ്ടപ്പോഴത്തേക്ക് ഒരു ഹോളിവുഡ് പടം അല്ലെങ്കിൽ ഒരു ബോളിവുഡ് പടം അങ്ങനത്തെ ഒരു റേഞ്ചിൽ അങ്ങനത്തെ ഒരു സാധനമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതുവരെ. മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു കളർ ഗ്രേഡും ബാക്കി പറഞ്ഞ പടങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു, ഞാൻ കണ്ടിട്ടില്ല. ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും ബഡ്ജറ്റ് കുറേ പൊട്ടിച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് ഹെവി ബഡ്ജറ്റ് ആയിരിക്കും. അത്യാവശ്യം നല്ല കളക്ഷൻ വന്നാലേ ഇതിൻ്റെ ഒരു ബ്രേക്ക് ഇവനൊക്കെ ആവുള്ളൂ. അതേപോലെ മറ്റേ രാവിലെ 6 മണിക്കാണ് ഷോ. ഇവിടെ ഫസ്റ്റ് ഷോ വന്നിരിക്കുന്നത് രാവിലെ 6 മണിക്കാണ്. 6 മണി തൊട്ട് കണ്ടിന്യൂസ് തന്നെ ആയിരിക്കും. പക്ഷേ ലിയോയുടെ റെക്കോർഡ് എന്ന് പറഞ്ഞൊരു സാധനം ഈ ഒരു സാധനം കൊണ്ട് ബ്രേക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഷോ 6 മണിക്കേ ഉള്ളൂ. മറ്റത് 4 മണിക്കും 3 മണിക്കൊക്കെ ആയിരുന്നു അതിൻ്റെ ലിയോയുടെ ഷോ. അതേപോലെ നമ്മളെ തമിഴ്നാട്ടിൽ നിന്ന് അവിടെ നിന്നുള്ളവരെല്ലാം ഇവിടെ ട്രിവാൻഡ്രത്തിൻ്റെ ബോർഡറിൽ കിടക്കുന്ന എല്ലാ തിയേറ്ററുകളും ഫുള്ളായിരുന്നു. ഇവിടെ തന്നെ ഒരുപാട് മാളുകളും കാര്യങ്ങളൊക്കെ ഫുള്ളായതുകൊണ്ട് അതാണ് അത്രയും റെക്കോർഡ് അത് പിടിച്ചത്, കളക്ഷൻ പിടിച്ചത്. പക്ഷേ അങ്ങനെ ഒരു കളക്ഷൻ ഇതിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 6 മണി തൊട്ടാണ് ഷോ പറഞ്ഞത്. അതേപോലെ ഇവിടെയും 6 മണിക്കുള്ള ഷോ എല്ലാം ഫുള്ള് ടിക്കറ്റ് കിട്ടാനില്ല, എല്ലാ ഷോയും ഫുള്ളായി. അപ്പോൾ അങ്ങനത്തെ ഇതാണ്. എന്തായാലും ട്രെയിലർ കിടുക്കി, ഒരു രക്ഷയില്ല, കിടില മേക്കിങ്. പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഒരു കുഞ്ഞു പടം, ആ കുഞ്ഞു പടത്തിൻ്റെ ഒരു കുഞ്ഞു ട്രെയിലറാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരു രക്ഷയില്ല, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത് ഇന്നലെ തൊട്ട് ഞാൻ ഇങ്ങനെ വെമ്പൽ മുട്ടി നിൽക്കുന്നത്. പിന്നെ സ്റ്റോറി കേട്ടോ, ഞാൻ ഇത് കണ്ടിട്ട് എനിക്കൊരു സ്റ്റോറി തോന്നിയെന്ന് പറഞ്ഞാൽ മറ്റേ ഡ്രഗാണ് ഇതിനകത്ത്. മറ്റേ നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ് ലൂസിഫർ പറയും പോലെ ആ ഒരു സെയിം സാധനം തന്നെയാണ്. ഇങ്ങനെ ഇവിടെ നിന്ന് പോയപ്പോഴത്തേക്ക് വീണ്ടും ഇവിടോട്ട് രാഷ്ട്രീയക്കാരുടെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. സുരാജ് ഉൾപ്പെടെ എല്ലാവരും, നമ്മളെ ടോവിനോ, സുരാജ് എല്ലാം. അപ്പം ഇങ്ങോട്ട് ഡ്രഗിൻ്റെ ഇത് വന്നതാണ്. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ അത് ഇവിടെ കൊണ്ട് വന്നിട്ട് ഇവിടെ ഫുള്ള് ഡ്രഗ് പരിപാടി, സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇതിൻ്റെ ഇടയിൽ ഭയങ്കര ഓവറായപ്പോഴത്തേക്ക് അവിടെ നിന്ന് ആശ ഇങ്ങോട്ട് വരണതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിഞ്ഞൂടാ. അതിൻ്റെ കൂട്ടത്തിൽ വേറെയും ബാക്ക്ഗ്രൗണ്ടിൽ പല പരിപാടികളും കാണും.
അതൊരു സംഭവമാണെന്ന് തോന്നുന്നു. ട്രെയിലർ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. ഡ്രഗൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞത് അതാണ് ഡ്രഗ് കാർട്ടലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. അവിടുന്ന് നമ്മളെ ഖുറേഷിയുടെ ശത്രുക്കൾ തന്നെയാണെന്ന് തോന്നുന്നു ഇങ്ങോട്ട് കടത്തി സെറ്റ് ചെയ്യണത്. ഞാൻ എന്തായാലും നോക്കാം. ഇനി കഥയൊന്നും എനിക്ക് ചിന്തിക്കണമൊന്നുമില്ല. എന്തായാലും 27-ാം തീയതി പടം കാണും. എന്തായാലും ഫസ്റ്റ് ഷോ കാണാൻ പറ്റുമെന്ന് തോന്നണില്ല. തിരക്കുണ്ട്, ജോലി തിരക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഷോ കാണാൻ പറ്റുമെന്ന് തോന്നണില്ല. എങ്ങനെ പോയാലും ഞാൻ ആദ്യ ദിവസം തന്നെ കാണും. അത് കണ്ടേ പറ്റുള്ളൂ. കാരണം വേറൊന്നുമില്ല, മോഹൻലാലിൻ്റെ ഒരു 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 വമ്പൻ കൈയടിച്ച് വിളിച്ച് നിലവിളിച്ച് അലറി ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു പടം കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കാന്ന് പറഞ്ഞിട്ട് നാൾ കുറേ ആയി. അത് ഇതോടുകൂടി നമുക്ക് പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ്. ഇതൊരു തുടക്കമായിരിക്കും. 2025 എന്ന് പറഞ്ഞ സാധനം മോഹൻലാൽ കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ലൂസിഫറിൽ തുടങ്ങിയ അടുത്തത് വരാതിരിക്കുന്നത് തുടരുവാണ്. അതും കൂടെ ആകുമ്പോഴത്തേക്ക് ഉജ്ജ്വലമാവും. ഇന്നലെ ഒരു പോസ്റ്ററൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നല്ല രസമുണ്ട് ആ ഒരു പോസ്റ്ററൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് തിയേറ്റർ കത്തിക്കും എന്നുള്ളത് ഒരു 99% ഉറപ്പാണ്. 1% നമുക്ക് പടം കാണാതെ പറയാൻ പറ്റില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും പടം കണ്ടിട്ട് ഇതേ ചാനലിൽ എൻ്റെ അഭിപ്രായം ഉണ്ടാവും. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.